ഇന്ന് രാവിലെ തന്നെ പള്ളിയിൽ പോയതിന് ശേഷം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് ചത്ത് വരാന്ന്. ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്ന ഒരാളല്ല കേട്ടോ. എപ്പോഴും അങ്ങനെ പോകാൻ പറ്റാറുമില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അതെങ്ങനെയാ, നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കുവോ? ഒരിക്കലും ഇല്ല. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലാന്നേ. കാണുന്നവരും കേൾക്കുന്നവരൊക്കെ നമ്മളെ കളിയാക്കാൻ വരും. എന്തൊക്കെയായിരുന്നു, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ജിമ്മിൽ പോകും, വർക്കൗട്ട് ചെയ്യും, ബോഡി മെയിൻറ്റെയിൻ ചെയ്യും, എന്നിട്ട് ഇപ്പൊ എന്തേ എന്നൊക്കെ ചോദിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ നമുക്ക് ചുറ്റിനും ഉണ്ടാവും അല്ലെ. അവരോടൊക്കെ അങ്ങ് പോവാൻ പറയണം. കാരണം നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ എല്ലാവരുടെയും സിറ്റുവേഷൻസ് ഒരുപോലെ ഇരിക്കും എല്ലാ ദിവസവും? ഒരിക്കലും ഇല്ല. പക്ഷേ സിറ്റുവേഷൻസ് എന്തൊക്കെയായാലും ജിമ്മിൽ പോകുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. എന്റെ മാക്സിമം സിറ്റുവേഷൻസ് എത്രയാണെങ്കിലും ജിമ്മിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. റീസെന്റ് ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ നമ്മളെ കളിയാക്കുന്ന ആളുകള് ജിമ്മിൽ എന്നുള്ള വാക്കിന്റെ ജി പോലും കാണാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒരാളല്ല എന്ന് സ്വയമേ നമുക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് കിട്ടിയ മോട്ടിവേഷൻ വെച്ച് ജിമ്മിൽ പോയിട്ട് ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തു വന്നു കേട്ടോ. ജിമ്മിൽ പോകുന്ന ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും വേണ്ട ഒരു സാധനമാണ് കൺസിസ്റ്റൻസി. ദൈവം സഹായിച്ച് അതെനിക്കില്ല, പക്ഷെ അതുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാൻ അവരെയൊക്കെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു. ഇപ്പൊ ആ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വാക്കിന്റെ സി വരെ ഞാൻ ചവിട്ടിയിട്ടും കൂടിയില്ല. കാലെടുത്ത് അങ്ങോട്ട് വെച്ചിട്ടേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ദിവസം അത് ഫുള്ള് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വാക്കിന്റെ വൈ വരെ എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ പോലെ ജിമ്മിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അതേസമയം കുറച്ചെങ്കിലും പരിശ്രമിക്കുന്ന ആളുകൾ എന്തെങ്കിലും കമന്റ് ബിലോ കേട്ടോ. അറിഞ്ഞും പിടിച്ചു വന്നപ്പോൾ വൈകുന്നേരം ആയിന്നേ. അപ്പൊ പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ പറയാം. ഇതെന്റെ രണ്ടാമത്തെ കുപ്പിയാണ് കേട്ടോ ഇന്നത്തെ കംപ്ലീറ്റ് ചെയ്യുന്ന വെള്ളം. ടാർജറ്റ് വെക്കാറുണ്ടായിരുന്നു, പക്ഷേ രണ്ടെണ്ണെങ്കിലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചേട്ടൻ ഓർഡർ ചെയ്ത ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഡ്രിമ്മറാണ്. ഈ സാധനം ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇത് യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ല. ഞാൻ നോക്കുമ്പോൾ ഓരോ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്തിനു പറയുന്നത്, എൻ്റെ സ്വിച്ച് പോലും എനിക്ക് ഓണാക്കാൻ അറിയാൻ പാടില്ലായിരുന്നു. ഇതിൻ്റെ സ്വിച്ചിങ് ഇങ്ങനെയാണ്. പിടുത്തം കിട്ടി. ഓക്കെ, തമ്പരാൻ അറിയാതെ ഇത് നമുക്ക് എഴുതി വെക്കാൻ പാടില്ലേ. ഇതെന്തിനാണോ ഈ സാധനം? ആ സാധനം എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് എത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ബൈ.